ശരി, ഇതാണ് നടക്കുന്നത്. ഇപ്പോൾ ഒരു അന്വേഷണം എന്തായാലും വേണം. അതിൽ എന്താണ് കാരണം എന്ന് കണ്ടെത്തുകയും വേണം. ഇത് അറിയുവാനുള്ള അവകാശം ഈ രാജ്യത്തിനുണ്ട്. ലോകത്ത് ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയിരുന്ന വിമാനങ്ങളിൽ ഒന്നാണ് പറന്നുയർന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തകർന്നു വീണത്. കൃത്യമായ അപകട കാരണം കണ്ടെത്താൻ അന്വേഷണം കഴിയേണ്ടി വരും. വ്യോമയാന വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന അപകടത്തിലേക്ക് നയിച്ച സാധ്യതകൾ ഇവയൊക്കെയാണ്. വിമാന അപകടങ്ങളിൽ 50%-ലധികവും സംഭവിക്കുന്നത് ലാൻഡിങ്ങിനിടെയാണ്. 5% അപകടങ്ങൾ മാത്രമാണ് ടേക്ക് ഓഫിനിടെ ഉണ്ടാകുന്നത്. ഇതാവട്ടെ എഞ്ചിൻ തകരാറ്, പക്ഷിയുടെ ആക്രമണം, റൊട്ടേഷൻ സ്പീഡിലുള്ള തകരാറുകൾ എന്നിവ മൂലമാണ്. ഇവയിൽ എന്താണ് അഹമ്മദാബാദിൽ സംഭവിച്ചത്? ഇനിയുള്ള അന്വേഷണം ആ കാരണത്തിലേക്കാണ്. ബ്ലാക്ക് ബോക്സ് വിവരങ്ങൾ ആദ്യ സൂചനകൾ നൽകും. പറന്നിരുന്ന ഉയരം, വേഗത, എഞ്ചിൻ പ്രവർത്തനം എന്നിവയെല്ലാം ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറിലുണ്ടാവും. കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ പൈലറ്റുമാരുടെ സംഭാഷണ വിവരങ്ങളടക്കവും ഉണ്ടാകും. വിമാന സുരക്ഷയും പറക്കലും സംബന്ധിച്ച് പുതിയ ചർച്ചകൾക്ക് കൂടി വഴി തുറന്നിരിക്കുകയാണ് അഹമ്മദാബാദ് അപകടം. പൈലറ്റിനുണ്ടായ പിഴവ്, മോശം കാലാവസ്ഥ, എയർ ട്രാഫിക് കൺട്രോളറുമായുള്ള ആശയവിനിമയത്തിലെ പിഴവ്, ഇത്തരം സാധ്യതകൾ അപകടത്തിന് ഇടവച്ചിരിക്കുക. പക്ഷി ഇടിച്ചത് മൂലമുണ്ടായ അപകടമെങ്കിൽ 2 എഞ്ചിനുകളും ഒന്നിച്ച് തകരാറിലാവാൻ സാധ്യതയില്ല. മാത്രമല്ല, പുറത്തുവന്ന അപകട ദൃശ്യങ്ങളിലൊന്നും ഈ സാധ്യതയ്ക്ക് സൂചനകളുമില്ല. മറ്റൊരു സാധ്യത വിമാനത്തിന്റെ ചിറകുകളിലുള്ള ഫ്ലാപ്പുകൾ പ്രവർത്തിപ്പിക്കുന്നതിൽ സംഭവിച്ച പിഴവാണ്. ടേക്ക് ഓഫ് സമയത്ത് ഫ്ലാപ്പുകൾ നേരെയാക്കാൻ വിട്ടുപോയത് അപകടത്തിന് കാരണമായേക്കാം. നോ ത്രസ്റ്റ്, പ്ലെയിൻ നോട്ട് ടേക്കിംഗ് ലിഫ്റ്റ്. ഇതാണ് പൈലറ്റ് അയച്ച സന്ദേശം. വിമാനത്തിന് ഉയരാനുള്ള ഊർജം കിട്ടാതെ പോയത് ഫ്ലാപ്പുകൾ തുറന്നിരുന്നതുകൊണ്ടാവും. മറ്റൊന്ന്, ടേക്ക് ഓഫിന് പിന്നാലെ വിമാനത്തിൽ നിന്നും അസാധാരണമായ ശബ്ദം കേട്ടുവന്ന റിപ്പോർട്ടുകളാണ്. റാറ്റ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന റാം എയർ ടർബൈൻ പ്രവർത്തിച്ചതിൻ്റെ സൂചനയാണിത്. അസാധാരണ സാഹചര്യങ്ങളിൽ വിമാനത്തിന് വൈദ്യുതി നൽകുന്ന സംവിധാനമാണിത്. റാറ്റ് പ്രവർത്തിക്കേണ്ടി വന്ന സാഹചര്യം എന്തായിരുന്നുവെന്നതാണ് ഇനി കണ്ടെത്തേണ്ടത്. 676 അടി ഉയർന്നതിന് ശേഷവും ലാൻഡിംഗ് ഗിയറുകൾ പിൻവലിക്കാതെ പൈലറ്റ് കരുതൽ നടത്തിയത് ഒരുപക്ഷെ എവിടെയെങ്കിലും അടിയന്തര ലാൻഡിംഗ് വേണമെന്ന് മുന്നിൽ കണ്ടുകൊണ്ടാവാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ ആഘാതം നേരിട്ട് വിലയിരുത്തുവാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത്. വിമാനം വീണയിടം സന്ദർശിച്ച ശേഷം പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തി പ്രധാനമന്ത്രി കണ്ടു. തുടർന്ന് ഉന്നതതല യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. രാവിലെ 8:30 അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിലിറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 262 പേർ മരിച്ച ദുരന്ത ഭൂമിയിലേക്കാണ് ആദ്യമെത്തിയത്. വിമാനാപകടം നടന്ന സ്ഥലത്തെത്തിയ മോദി ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും മന്ത്രിമാരടക്കമുള്ളവരും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. തുടർന്ന് പരുക്കേറ്റവരെ പ്രവേശിപ്പിച്ച സിവിൽ ആശുപത്രിയിലേക്ക്. അപകടത്തെ അതിജീവിച്ച ഏക വ്യക്തി വിശ്വാസ് കുമാർ രമേശിനെയും പ്രധാനമന്ത്രി കണ്ടു. ആശുപത്രിയിൽ കഴിയുന്ന വിശ്വാസ് കുമാറിന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. വിമാനം ഇടിച്ചുകയറിയ BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ പരുക്കേറ്റ വിദ്യാർത്ഥികളെയും മറ്റുള്ളവരെയും കണ്ട് സംസാരിച്ചു. തുടർന്ന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം. അപകടത്തിൽ മരിച്ച ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് റുപാനിയുടെ ഭാര്യ അഞ്ജലി ഇന്ന് അഹമ്മദാബാദിലെത്തി. അപകടം നടന്നയിടത്ത് ശാസ്ത്രീയ പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ്. എയർ ഇന്ത്യ, DGCA ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അഹമ്മദാബാദിലുണ്ട്. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുവാൻ സഹോദരങ്ങൾ വൈകിട്ട് ഗുജറാത്തിലേക്ക് പോകും. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ നിരവധി പേർ പുല്ലാട്ടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. DNA പരിശോധനയുടെ ഫലം വരാൻ 72 മണിക്കൂർ വേണ്ടിവരുമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. രഞ്ജിതയുടെ മരണവാർത്ത അറിഞ്ഞത് മുതൽ തന്നെ നിരവധി ആളുകൾ ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മൃതദേഹം എപ്പോഴേക്ക് എത്തിക്കും എന്നുള്ളത് സംബന്ധിച്ച് അന്തിമമായൊരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ പാടുപെടുകയാണ് ഇവിടെ എത്തുന്ന ഓരോരുത്തരും എന്നുള്ളതാണ്. ഈ മാസം 28-ന് പാലുകാച്ചലൊക്കെ നടത്താൻ നിശ്ചയിച്ച ശേഷമാണ് രഞ്ജിത ഇവിടെ നിന്ന് മടങ്ങിയത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട് അതിനുവേണ്ടി ഒരുക്കിയതാണ്. അവരുടെ അത്യാവശ്യ പണികളൊക്കെ പൂർത്തിയാക്കി അമ്മയും 2 മക്കളുമാണ് ഇവിടെയുള്ളത്. അവരോട് ഇവിടേക്ക് താമസിക്കാനൊക്കെ നിർദ്ദേശിച്ച ശേഷമാണ് രഞ്ജിത പോയത്. എന്തായാലും രാവിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇവിടെ എത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. ഏറ്റവും വേദനാകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ കുടുംബത്തിനുണ്ടായിട്ടുള്ള നഷ്ടം. അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള രഞ്ജിതയുടെ വിയോഗം
തീർച്ചയായിട്ടും ഈ നാടിൻ്റെ അപാര ദുഃഖമാണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയായിരിക്കും സഹോദരങ്ങൾ അഹമ്മദാബാദിലേക്ക് പോകുക. അവിടെയുള്ള നോഡൽ ഓഫീസറുമായി സംസാരിച്ച് ജില്ലാ കളക്ടർ വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ നടപടിക്രമങ്ങളും പൂർത്തിയാക്കണം. ചില ലെറ്ററുകളും ഒക്കെ ആയിട്ട് വേണം പോകാൻ. ആദ്യഘട്ടത്തിൽ മൃതദേഹം തിരിച്ചറിയാൻ കഴിയുന്ന അവസ്ഥയാണോ എന്ന് പരിശോധിക്കുകയാണ് അവർ ചെയ്യുക. അതിനുശേഷമായിരിക്കും ഈ DNA സാമ്പിൾ കൊടുത്ത ശേഷം മാത്രമേ ഇത് തിരിച്ചറിയാൻ കഴിയുകയോ എന്ന് നോക്കുക. എന്തായാലും DNA പരിശോധന വേണ്ടിവരും എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. 72 മണിക്കൂറിനുള്ളിൽ മാത്രമേ ഇതിൻ്റെ ഒരു അന്തിമമായ വ്യക്തത വരൂ എന്നതാണ് ആരോഗ്യമന്ത്രി കൂടിയായ വീണ ജോർജ് വ്യക്തമാക്കിയത്. കുടുംബം വലിയ പ്രതിസന്ധിയിലുള്ള കുടുംബമാണ്. അമ്മ ക്യാൻസർ രോഗിയാണ്. 2 കുഞ്ഞു മക്കളാണുള്ളത്. 10ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കളാണ് ഉള്ളത്. ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചാണ് രഞ്ജിത ജീവിതം കരുപ്പിടിപ്പിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും. സർക്കാർ ജോലി ഉണ്ടായിട്ടും സാമ്പത്തിക പ്രതിസന്ധി വല്ലാതെ ഉണ്ടായിരുന്നു. ഒരുപാട് പ്രതിസന്ധികളെ ജീവിതത്തിൽ അഭിമുഖീകരിച്ചാണ് രഞ്ജിത ഇതുവരെ എത്തിയത്. മക്കളെ ചേർത്ത് പിടിക്കാൻ ഈ ഓണത്തോടുകൂടി നാട്ടിലേക്ക് മടങ്ങിയെത്താമൊക്കെ എന്നൊക്കെ മക്കൾക്ക് വാക്ക് കൊടുത്ത ശേഷമാണ് രഞ്ജിത അവിടേക്ക് പോയത് എന്നുള്ളതാണ്, മടങ്ങിപ്പോയത് എന്നതാണ് ഈ ബന്ധുക്കളൊക്കെയും പറയുന്നത്. എന്തായാലും ദാരുണമായ സംഭവം വലിയൊരു ദുഃഖമായി, വലിയൊരു ആഘാതമായി കുടുംബത്തിന് മാറുന്നു, ഈ നാടിനാകെ മാറുന്ന സാഹചര്യമാണുള്ളത്. പുതിയ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് ഈ മാസം 28-ന് നടത്താൻ തീരുമാനമെടുത്താണ് രഞ്ജിത കുട്ടികളോട് യാത്ര പറഞ്ഞു മടങ്ങിയത്. മക്കളുടെ ആഗ്രഹം പോലെ ഓണക്കാലം മുതൽ നാട്ടിലുണ്ടാകുമെന്ന് ഉറപ്പും നൽകിയിരുന്നു. ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ശ്രമിക്കുന്നതിനിടെയാണ് വിമാന അപകടം രഞ്ജിതയുടെ ജീവൻ കവർന്നത്. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് രഞ്ജിത നിർമ്മിച്ച സ്വപ്ന ഭവനമാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. ഏറ്റവും ദുഃഖകരമായ കാഴ്ച, ഈ മാസം 28-ാം തീയതി പാലുകാച്ചൽ നടത്താനിരുന്നതാണ്. അവിടെ ഒരു പന്തൽ ഒരുങ്ങേണ്ടതായിരുന്നു. അതിനു പകരം ഇപ്പോൾ രഞ്ജിതയുടെ മരണത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്നവർക്ക് കാത്തിരിക്കാൻ വേണ്ടിയുള്ള പന്തലാണ് ഒരുങ്ങുന്നത് എന്നുള്ളതാണ്. വലിയ പ്രതീക്ഷകൾ, അതായത് ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തതാണ് രഞ്ജിതയുടെ ഒരു ജീവിതം. ആ ജീവിതത്തെ അതിജീവിച്ചുകൊണ്ട് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് എത്തിയവരാണ് ഈ ഒരു കുടുംബം. അതിനെ അതിജീവിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു വീട് നിർമ്മിച്ചത് എന്നുള്ളതാണ്. ഈ മാസം 28-ന് അച്ഛനോടും മക്കളോടും, രഞ്ജിത നാട്ടിലുണ്ടാവില്ല, അച്ഛനോടും മക്കളോടും ഈ വീട്ടിൽ ഈ ഒരു ഹൗസ് വാമിംഗ് ചടങ്ങുകൾ ഔദ്യോഗികമായി നടത്താൻ പറഞ്ഞിരുന്നതാണ്. വലിയൊരു ചടങ്ങല്ല, നിർമ്മാണം ഇനിയും പൂർത്തിയാകേണ്ടതുണ്ട്. പക്ഷേ ടൈലിൻ്റെ ജോലികളടക്കം പെട്ടെന്ന് പൂർത്തിയാക്കി തൽക്കാലത്തേക്ക് താമസിക്കാൻ കഴിയുന്ന ഒരു നിലയുണ്ടാക്കിയെടുക്കാനാണ് അവർ ശ്രമിച്ചത്. തൊട്ടപ്പുറത്താണ് പഴയ വീടുള്ളത്. ആ വീട് നമുക്ക് കാണാം. വളരെ സാധാരണമായ ഒരു ഓടിട്ട വീടാണ് അവിടെയുള്ളത്. ആ വീട്ടിലാണ് രഞ്ജിതയും 2 മക്കളും. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനുണ്ട്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളുണ്ട്. അങ്ങനെയാണ് കുടുംബം ഉള്ളത്. അതിനിടയിലാണ് അവിടേക്കാണ് ഇങ്ങനൊരു ദുരന്തം വന്നത്. മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ച് രഞ്ജിതയുടെ അമ്മയ്ക്ക് ക്യാൻസർ രോഗിയാണ്. അതായത് ഈ 2 മക്കളുടെയും ഈ അമ്മയുടെയും ഒക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് രഞ്ജിത വിദേശത്തേക്ക് പോവുകയൊക്കെ ചെയ്തത്. ഇവിടെ ഈ കോഴഞ്ചേരി താലൂക്ക് ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്നു. പക്ഷേ ഒരു സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വന്നതോടുകൂടിയാണ് ലീവ് എടുത്തുകൊണ്ട് വിദേശത്തേക്ക് പോകുന്നത്. ആദ്യം ഗൾഫിലും കഴിഞ്ഞ ഏതാണ്ട് 1 വർഷമായി UK-യിലും ജോലി ചെയ്ത് വരികയായിരുന്നു. ഈ അവധി ഒന്ന് നീട്ടിയ ശേഷം കുറച്ചു കാലം കൂടി വിദേശത്തേക്ക് നിൽക്കുക. മക്കളുടെയൊക്കെ ആഗ്രഹം അമ്മ അടുത്തുണ്ടാകണം എന്നുള്ളതായിരുന്നു. ഈ ഓണത്തിന് വീണ്ടും വരും, അതിനുശേഷം നാട്ടിൽ പരമാവധി വേഗത്തിൽ ഉണ്ടാകാം എന്നൊക്കെയാണ് രഞ്ജിത മക്കൾക്ക് നൽകിയ ഉറപ്പ്. അതിൻ്റെ വേദനയിലാണ് കുഞ്ഞുങ്ങൾ ഉള്ളത്. നമുക്കത് കാണാൻ സാധിക്കും. ഇന്നലെ സ്കൂൾ വിട്ട് വന്ന ഉടനാണ് ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് എടുത്ത് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്യന്തം ദാരുണമായൊരു സംഭവമായി തന്നെ രഞ്ജിതയുടെ വിയോഗം മാറുകയാണ്. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 പത്തനംതിട്ട. രഞ്ജിതയെ അപമാനിച്ച് ഫേസ്ബുക്കിൽ കമന്റിട്ട ഡെപ്യൂട്ടി തഹസീൽദാർക്ക് സസ്പെൻഷൻ. കാസർഗോഡ് വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസീൽദാർ പവിത്രനെയാണ് സസ്പെൻഡ് ചെയ്തത്. ന്യൂസ് 18 റിപ്പോർട്ടിന് പിന്നാലെ റവന്യൂ മന്ത്രി കെ രാജനാണ് ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിച്ചത്. അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ മരിച്ച രഞ്ജിതയ്ക്ക് അനുശോചനം രേഖപ്പെടുത്തി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിന് താഴെയാണ് അശ്ലീല പരാമർശം. വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാരായ എ പവിത്രനാണ് രഞ്ജിതയും കുടുംബത്തെയും അപമാനിച്ച് പോസ്റ്റ് ഇട്ടത്. ജാതീയ അധിക്ഷേപത്തിനു പുറമെ തൊഴിലിനെയും സ്ത്രീയുടെ അന്തസ്സത്തെയും ഹനിക്കുന്ന രീതിയിലായിരുന്നു പരാമർശം. സംഭവം വിവാദമായതിനു പിന്നാലെ തനിക്ക് തെറ്റുപറ്റിയെന്നും പോസ്റ്റ് പിൻവലിക്കുന്നതായും ചൂണ്ടിക്കാട്ടി
ഡെപ്യൂട്ടി തഹസിൽദാർ രംഗത്ത് വന്നു. വിമാന ദുരന്തത്തിൽ രാജ്യം വിറങ്ങലിച്ച് നിൽക്കുമ്പോഴാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് തന്നെ ഇത്തരം ഹീനമായ പ്രവൃത്തി ഉണ്ടായത്. വാർത്തയായതിനു പിന്നാലെ റവന്യൂ മന്ത്രി കെ രാജൻ വിഷയത്തിൽ ഇടപെടുകയും ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകുകയുമായിരുന്നു. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ അത് മനുഷ്യത്വരഹിതമായിട്ടുള്ളൊരു കാര്യമല്ലേ. എങ്ങനെയാണ് അങ്ങനെയൊക്കെ ഒരാൾക്ക് എഴുതാനായിട്ട് കഴിയുക? അത് ഞാൻ കണ്ടില്ല, എന്താണ് അതിൻ്റെ ഉള്ളടക്കമൊന്നും കണ്ടില്ല. 2024 സെപ്റ്റംബറിൽ കാഞ്ഞങ്ങാട് MLA ഇ ചന്ദ്രശേഖരനെ ഫേസ്ബുക്കിൽ ജാതീയമായി അധിക്ഷേപിച്ചതിന് ഇയാൾക്കെതിരെ നടപടിയെടുത്തിരുന്നു. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കെതിരെയും സമൂഹ മാധ്യമങ്ങളിലൂടെ ഇയാൾ അധിക്ഷേപ പരാമർശം നടത്തിയതായി പരാതിയുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, News 18.